നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ മാത്സിൽ തന്നെ നമുക്ക് ആ ഒരു എലിമിനേഷൻ മെത്തേഡിൽ തന്നെ വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആ എക്സിന്റെ വൈയുടെ വാല്യൂ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ ഇന്നും വീണ്ടും ഞാനൊരു ക്വസ്റ്റ്യൻ അതേ മോഡലിൽ തരാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 141x plus 93y 141x plus 93y equal to 189. അടുത്ത ഇക്വേഷൻ 93x plus 141y is equal to 45. ഈ ഒരു ക്വസ്റ്റ്യൻ മോഡല് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേമാതിരി ഒരു മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ വീണ്ടും ഇതേ മോഡലിലൊന്നും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബോർഡ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഫസ്റ്റ് നോക്കിയാൽ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ്, ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യന്റ് ആണ്, ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ രണ്ട് ഇക്വേഷനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. അതിനുശേഷം ആ രണ്ട് ഇക്വേഷനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേനും 3 + 1 4 3 234 234x പ്ലസ് അതേപോലെ ഇതിനെ ആഡ് ചെയ്യുമ്പോഴത്തേനും 234y ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 234 തന്നെയാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോഴേ അറിയാം എല്ലാത്തിലും 234 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഡിവൈഡിങ് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ബൈ 234. അപ്പൊ ഈ ഫുൾ ഇക്വേഷൻ നമുക്ക് 234 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഇക്വേഷൻ വിൽ ബിക്കം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആവും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുക്കാം. ഇനി എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പറഞ്ഞത് 48x മൈനസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോഴത്തേനും 48y ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോഴത്തേനും 144 വരും. ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. ഇനി നോക്കുക, 48x 48y 144. അപ്പൊ ഈ ഇക്വേഷൻ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും ഡിവൈഡിങ് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ബൈ 48 ചെയ്യാം. 48 ചെയ്യുമ്പോഴത്തേനും x മൈനസ് y ഈക്വൽ ടു 48 ഇൻറ്റു 3 നോക്കുക, അപ്പോൾ 144 എടുക്കും. ഇക്വേഷൻ നമ്പർ 6 x മൈനസ് y ഈക്വൽ ടു 3. അപ്പോൾ ഇത്രയും വലിയൊരു നമുക്ക് നമ്പേഴ്സിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇത്രയും ചെറിയ നമ്പേഴ്സ് ആക്കി. ഇനി ഇക്വേഷൻ നമ്പർ 4ഉം ഇക്വേഷൻ നമ്പർ 6ഉം എടുക്കുക. അപ്പോൾ 4ഉം 6ഉം ഇക്വേഷൻസ് എടുത്ത് ഇവിടെ എഴുതുക. x പ്ലസ് y ഈക്വൽ ടു 1 ആൻഡ് x മൈനസ് y ഈക്വൽ ടു 3. ഈ രണ്ട് ഇക്വേഷന് എലിമിനേഷൻ മെത്തേഡ് ഇവിടെ നോക്കാം. പ്ലസ് വൈ മൈനസ് വൈ രണ്ടും ക്യാൻസൽ. എക്സ് പ്ലസ് എക്സ് 2x 2x ഈക്വൽ ടു 4 എക്സ് ഈക്വൽ ടു 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി എക്സിന്റെ വാല്യൂന് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേനും 2 പ്ലസ് വൈ ഈക്വൽ ടു 1 വരും. y is equal to 1. ഈ പ്ലസ് 2നെ അങ്ങോട്ട് കൊണ്ടുപോകുക, -2 ആവും. 1 - 2 that is equal to -1. y is equal to -1. എക്സിന്റെ വാല്യൂവും കിട്ടി, വൈയുടെ വാല്യൂവും കിട്ടി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടിട്ട് വരാം. അയ്യോ ഇതെങ്ങനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ ആ രണ്ട് ഇക്വേഷനെ നോക്കുക, എന്തെങ്കിലും സിമിലാരിറ്റിയോ ഡിഫറൻസോ ആ ഇക്വേഷനിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ രണ്ട് ഇക്വേഷനെ ആഡിങ് മെത്തേഡ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റിംഗ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം പിന്നെ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈസി ആയിട്ട് നമുക്കൊരു 3 മാർക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.